എല്ലാവർക്കും കേരള അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ നമ്മൾ ട്രാൻസ്ഫോമർ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ ഇന്ന് കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ ട്രാൻസ്ഫോമറിൻ്റെ ലോസസിനെ പറ്റിയിട്ട് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എഡി കറന്റ് ലോസും ഹിസ്റ്ററീസ് ലോസായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് ഇക്വേഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്വേഷൻ ഒന്ന്, എഡി കറന്റ് ലോസസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് W is equal to KE into B square F square T square ആണെന്ന് പറഞ്ഞു. WH ഹിസ്റ്ററീസ് ലോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് K into H B raised to 1.6 F into V. ഇതാണ് രണ്ട് ഇക്വേഷൻസ് പറഞ്ഞത്. എഡി കറന്റ് ലോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഫ്ലക്സ് ഡെൻസിൻ്റെ സ്ക്വയർ ഇൻറ്റു ഫ്രീക്വൻസിൻ്റെ സ്ക്വയർ ഇൻറ്റു തിക്നെസ്സിൻ്റെ സ്ക്വയർ ആയിരിക്കും. അതുപോലെ തന്നെ ഹിസ്റ്ററീസ് ലോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി റേസ് ടു 1.6 എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സിലിക്കണിൻ്റെ സ്റ്റീവൻസ് കോഎഫിഷ്യൻ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്രീക്വൻസി ആയിരിക്കും വരിക, വി എന്ന് പറഞ്ഞിരിക്കുന്നത് വോളിയം ആയിരിക്കും വരിക. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് എല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഹിസ്റ്ററീസ് ലോസ്, എഡി കറന്റ് ലോസസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമുക്കറിയാം ഹിസ്റ്ററീസ് ലോസസ് V/F എന്ന് പറഞ്ഞിരിക്കുന്ന റേഷ്യോ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, പ്രോബ്ലം ചെയ്യണേക്കാൾ മുമ്പ് ജസ്റ്റ് ഒന്ന് നോക്കാം. V/F റേഷ്യോ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്ത് പറഞ്ഞു? WE അതായത് എഡി കറന്റ് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി സ്ക്വയർ ആണെന്ന് പറഞ്ഞു. സോ WE ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി സ്ക്വയർ. അപ്പോൾ എനിക്ക് ഈ പ്രൊപ്പോർഷൻ സൈൻ മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യും. ഞാനതിനെ B എന്ന് വിളിക്കുകയാണ്. ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ B, ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ആണ്, B ഇൻറ്റു F സ്ക്വയർ എന്ന് പറയും. അതായത് V/F റേഷ്യോ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എഡി കറന്റ് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി സ്ക്വയർ ആണ്. ആ പ്രൊപ്പോർഷണാലിറ്റി സിഗ്നൽ മാറ്റാനായിട്ട് ഞാൻ WE അതായത് എഡി കറന്റ് ലോസ് ഈസ് ഈക്വൽ ടു B ഇൻറ്റു F സ്ക്വയർ. ഈ B എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ എടുക്കുന്ന ഒരു കോൺസ്റ്റൻറ്റ് മാത്രമാണ്. ഓക്കെ, ഇനി നമ്മൾ ഹിസ്റ്ററീസ് ലോസസിൻ്റെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? WH ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ ഫ്രീക്വൻസി ആണ് എപ്പോൾ? V/F റേഷ്യോ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ. അപ്പോൾ എന്ന് നമ്മൾ എഴുതാം WH ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി എന്ന് എഴുതാം. അപ്പോൾ എനിക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് ഞാൻ എന്ത് പറയും? WH ഈസ് ഈക്വൽ ടു A ഇൻറ്റു F. ഈ എന്ന് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എനിക്ക് V/F റേഷ്യോ കോൺസ്റ്റൻ്റ് ആവുന്ന കണ്ടീഷനിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് W ഈസ് ഈക്വൽ ടു B ഇൻറ്റു F സ്ക്വയർ. B എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. WH ഈസ് ഈക്വൽ ടു A ഇൻറ്റു F എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ അയൺ ലോസ്, അപ്പോൾ ടോട്ടൽ കോർ ലോസ് അല്ലെങ്കിൽ ടോട്ടൽ അയൺ ലോസ് എന്ന് പറയുന്നത് എന്താണ്? WE പ്ലസ് ദാറ്റ് ഓഫ് WH ആണ് വരിക. അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടോട്ടൽ അയൺ ലോസ് ഓർ കോർ ലോസ്. ഓക്കെ, ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് A ഇൻറ്റു F പ്ലസ് B ഇൻറ്റു F സ്ക്വയർ. ഈ കണ്ടീഷൻ വരുന്നത് V/F റേഷ്യോ കോൺസ്റ്റൻ്റ് ആവുന്ന ഒരു കണ്ടീഷനിലാണ് ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുക. ഞാനിവിടെ ജസ്റ്റ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി മാത്രമാണ് ഞാനൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, W ഈസ് ഈക്വൽ ടു B ഇൻറ്റു F സ്ക്വയർ, WH ഈസ് ഈക്വൽ ടു A ഇൻറ്റു F. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം. ഇക്വേഷൻസ് എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഒരു പ്രോബ്ലം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഗേറ്റ് 2016 തോന്നുന്നു. ഗേറ്റ് 2016 ഒരു പ്രോബ്ലം ആണ്. 2016 തോന്നുന്നു ഇയർ. ഞാൻ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് വായിക്കാം. എ വൺ ഫേസ് 400 വോൾട്ട് 50 ഹെർട്സ് ട്രാൻസ്ഫോമർ ഹാസ് ആൻ അയൺ ലോസ് ഓഫ് 5000 watts at its rated condition. Then when operated at 200 volt 25 hertz, the iron loss will be equal to 2000 watts. Then when operated at 416 volt and 52 hertz, the value of hysteresis losses divided by eddy current loss equal to. അപ്പോൾ ഇത് എനിക്കൊരു നാറ്റ് ടൈപ്പ് ക്വസ്റ്റൻ ആയിരുന്നു, അതായത് ഫിൽ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ആൻസർ ഫിൽ ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് ജസ്റ്റ് ഈ പ്രോബ്ലം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/F റേഷ്യോ കോൺസ്റ്റൻ്റ് ആണോ അല്ലേ എന്ന് നമ്മളാണ് ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. അതായത് നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് 400 വോൾട്ടും 50 ഹെർട്സും കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് 200 വോൾട്ടും 25 ഹെർട്സ് കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക V/F റേഷ്യോ കോൺസ്റ്റൻ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ആദ്യത്തെ V1 എന്ന് പറഞ്ഞാൽ എന്താണ്? V1 ഈസ് ഈക്വൽ ടു 400 വോൾട്ട് ആണ്. പിന്നെ F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഹെർട്സ് ആണ്.
കാരണം വി ബൈ എഫ് റേഷ്യോ കോൺസ്റ്റന്റ് ആണോ അല്ലയോ എന്നനുസരിച്ചാണ് നമ്മൾ എഡ്ഡി കറന്റ് ലോസും ഹിസ്റ്ററിസിസ് ലോസും നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാം വി ബൈ എഫ് ചെയ്യാം. V1 by F1 will be equal to 400 divided by 50. 400 divided by 50 is nothing but 8 ആണ് വരിക. ഇനി അടുത്തത് എന്താണ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്? അടുത്തത് നമ്മൾ നോക്കുന്നത് വെച്ചാൽ 200 വോൾട്ട് 25 ഹെഡ്സ് ആണ്. അപ്പോൾ 200 വോൾട്ട് V2 is equal to 200 വോൾട്ട്, F2 is equal to 25 ഹെഡ്സ്. അപ്പോൾ നമുക്ക് നോക്കാം V2 divided by F2 ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് സെയിം തന്നെ റേഷ്യോ ആണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 8. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ രണ്ട് കണ്ടീഷനിലും വി ബൈ എഫ് റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റന്റ് ആക്കാനായിട്ട് അല്ല കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ വി ബൈ എഫ് റേഷ്യോ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എഡ്ഡി കറന്റ് ലോസ് W ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എഫ് സ്ക്വയർ. ഞാൻ എഴുതി W ഈസ് ഈക്വൽ ടു B ഇൻറ്റു എഫ് സ്ക്വയർ. നമുക്ക് എഴുതാം FN സ്ക്വയർ എഴുതാം ഈ കണ്ടീഷനിൽ. അതേപോലെ തന്നെ ഹിസ്റ്ററിസിസ് ലോസ് WH ഈസ് ഈക്വൽ ടു A ഇൻറ്റു FN എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം W ഈസ് ഈക്വൽ ടു B ഇൻറ്റു F2 സ്ക്വയർ. ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ മാറുന്നില്ല കേട്ടോ. നമുക്കാരും സെയിം ട്രാൻസ്ഫോമറിൽ തന്നെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ ആകെ കൂടി ചേഞ്ച് ഉള്ളത് ഫ്രീക്വൻസി മാത്രം മാറ്റുന്നുള്ളൂ. കോൺസ്റ്റന്റ് വാല്യൂ എപ്പോഴും സെയിം തന്നെയായിരിക്കും. കാരണം ജസ്റ്റ് ആ പ്രൊപ്പോർഷണലി സൈൻ മാറ്റാൻ വേണ്ടി മാത്രമാണ് നമ്മളൊരു കോൺസ്റ്റന്റ് ഇട്ടിട്ടുള്ളൂ. WH is nothing but A into F2 സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റും? ടോട്ടൽ ലോസ് അതായത് AFN പ്ലസ് BFN സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഫസ്റ്റ് കേസിൽ 400 വോൾട്ട് 50 ഹെഡ്സിൽ അയൺ ലോസ് എത്രയാണ്? 5000 വാട്ട്സ്. സോ 5000 വാട്ട്സ്. ഓക്കെ 5000 വാട്ട്സ്. അത് ടോട്ടൽ iron loss is equal to AFN plus BFN square. ഓക്കെ, രണ്ടാമത്തെ കേസിൽ നമുക്ക് തന്നിരിക്കുന്ന അയൺ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2000 വാട്ട്സ് ആണ്. സോ 2000 വാട്ട്സ് is equal to AF2 plus BF2 സ്ക്വയർ. സോ ഇതിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ 416/50 അല്ലെങ്കിൽ 416 വോൾട്ട് 52 ഹെർട്സിലെ നമുക്ക് ഹിസ്റ്ററിസിസ് ലോസസും എഡ്ഡി കറന്റ് ലോസസും അറിയണം. അപ്പോൾ ഈ 416 52 ഹെർട്സ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സെയിം റേഷ്യോ തന്നെയാണ് കിട്ടണമെങ്കിൽ വെച്ചാൽ നമുക്ക് ഈ എൻ്റെയും ബിൻ്റെയും വാല്യൂ ഇവിടെ നിന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് A ഇൻറ്റു എഫ് ആ ഫ്രീക്വൻസി അതായത് ഇപ്പോൾ 52 ഇൻറ്റു A വാല്യൂ ചെയ്താൽ നമുക്ക് ഹിസ്റ്ററിസിസ് ലോസസ് കിട്ടും. അല്ലെങ്കിൽ 52 സ്ക്വയർ ഇൻറ്റു B വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡ്ഡി കറന്റ് ലോസസ് കിട്ടും. ഫസ്റ്റ് അതിന് കണ്ടീഷൻ വേണ്ടത് 416/58 എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. 8 എങ്ങനെയാണോ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ തേർഡ് കേസ് വന്നിരിക്കുന്നത് V3 is equal to 416 വോൾട്ട്, F3 എന്ന് പറഞ്ഞിരിക്കുന്നത് 52 ഹെഡ്സ് ആണ് വരുന്നത്. ഓക്കെ, 52 ഹെഡ്സ് ആണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം V3 divided by F3 I think 416 divided by 52 ചെയ്ത് നോക്കിയാൽ സെയിം 8 തന്നെയാണ് നമ്മൾക്ക് കിട്ടുക. അപ്പോൾ നമുക്കറിയാം ഈ മൂന്ന് കേസിലും വി ബൈ എഫ് റേഷ്യോ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് വി ബൈ എഫ് റേഷ്യോ സെയിം ആണെങ്കിൽ നമുക്ക് ഈക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇവരിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഇവിടെ നമുക്ക് ഫ്രീക്വൻസി നോൺ ആണ്. എഫിൻ്റെ വാല്യൂ നമുക്കറിയാം. എഫിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 50 ഹെഡ്സ് ആണ്. ഈ ഈക്വേഷൻ ശരിക്കും എഴുതാന്ന് വെച്ചാൽ എന്തായിരിക്കും? A ഇൻറ്റു 50 പ്ലസ് B ഇൻറ്റു 50 സ്ക്വയർ. B ഇൻറ്റു 50 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2500 ഈസ് ഈക്വൽ ടു 5000. സിമിലർലി സെക്കൻഡ് കേസിൽ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ A ഇൻറ്റു അവിടുത്തെ ഫ്രീക്വൻസിയാണ് വരുന്നത്. F2 എത്രയായിരുന്നു? 25 ഹെഡ്സ് പ്ലസ് B ഇൻറ്റു 25 ഹെഡ്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625. ദിസ് ഈസ് നത്തിങ് ബട്ട് 2000. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഒന്ന് ഓർമ്മിപ്പിക്കാം. അതായത് നമുക്ക് രണ്ട് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. 400 വോൾട്ട് 50 ഹെഡ്സ് കൊടുത്തിട്ടുണ്ട്, 200 വോൾട്ട് 25 ഹെഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യനിലാണ് കണ്ടുപിടിക്കേണ്ടത് 416 വോൾട്ട് 52 ഹെഡ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിൽ ചെയ്യേണ്ടത് വി ബൈ എഫ് റേഷ്യോ കോൺസ്റ്റന്റ് ആണോ അല്ലേ നമ്മൾ ചെക്ക് ചെയ്യുക.
നമ്മളിവിടെ V/F റേഷ്യോ കോൺസ്റ്റന്റ് ആണെന്ന് ചെക്ക് ചെയ്ത് രണ്ട് കേസിൽ 400 വോൾട്ട് ബൈ 50 ചെയ്തപ്പോൾ നമുക്ക് 8 കിട്ടി. അതേപോലെ തന്നെ V2/F2 200 വോൾട്ട് ഡിവൈഡ് ബൈ 25 ഹെർട്സ് ചെയ്തപ്പോൾ നമുക്ക് 8 കിട്ടി. സിമിലർലി നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കുന്നതാണ് 416 ഡിവൈഡ് ബൈ 50 ചെയ്താലും നമുക്ക് 8 തന്നെയാണ് കിട്ടുന്നത്. അതിനർത്ഥം V/F റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ V/F റേഷ്യോ കോൺസ്റ്റന്റ് ആണെങ്കിൽ എഡ്ഡി കറന്റ് ലോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ഓഫ് ഫ്രീക്വൻസി സ്ക്വയർ ആയിരിക്കും. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്തു, അതായത് BF സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ B എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്തു. അപ്പോൾ എഡ്ഡി കറന്റ് ലോസ് ഈസ് ഈക്വൽ ടു B ഇൻറ്റു F സ്ക്വയർ ചെയ്തു. ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് A ഇൻറ്റു ഫ്രീക്വൻസി ആയിട്ട് ചെയ്തു. രണ്ടാമത്തെ കണ്ടീഷനിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് കണ്ടീഷൻ അങ്ങനെ ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇക്വേറ്റ് ചെയ്തു. A ഇൻറ്റു FN പ്ലസ് BFN സ്ക്വയർ എന്ന് പറഞ്ഞിരിക്കുന്നത് 5000 വാട്ട്സ്. അതിൻ്റെ ഫസ്റ്റ് കേസിലെ കേസാണ്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഇൻറ്റു F2 പ്ലസ് B ഇൻറ്റു F2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 വാട്ട്സ്. അതായത് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഇത് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇക്വേഷൻ ആണ്. ഇത് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ രണ്ടാമത്തെ ഇക്വേഷൻ മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷൻ മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഫസ്റ്റ് ഇക്വേഷൻ സെയിം തന്നെ ആയിരിക്കും വരാം. 50 പ്ലസ് 2500 B ഈസ് ഈക്വൽ ടു 5000. സെക്കൻഡ് ഇക്വേഷൻ മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്യാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 50A പ്ലസ് 625 ഇൻറ്റു 2 വിൽ ബി ഈക്വൽ ടു 1250. B ഈസ് ഈക്വൽ ടു 4000. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യാം. മൈനസ് 2500 minus 1250 will becomes 1250 itself. 1250 B will be equal to, this will be equal to 1000. So from here ഈ ഇക്വേഷൻ നമുക്ക് B ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. B is equal to 1000 divided by 1250. This is nothing but 100 divided by 125. 100 25 will be equal to 4 times and this will be 5 times. This is nothing but 0.8. സോ ദ ബീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.8 ആയിട്ടാണ് നമുക്ക് കിട്ടുക. ബിയുടെ വാല്യൂ 0.8 ആണ് നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് കിട്ടുക. ഇനി നമുക്ക് എന്റെ വാല്യൂ കൂടി കണ്ടുപിടിക്കണം. ഇതിലാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എന്റെ വാല്യൂ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക വെച്ചാൽ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഈ ഇക്വേഷനിൽ ഞാൻ ബീൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഈക്വൽ ടു 50A പ്ലസ് 2500 into 0.8 is equal to 5000. അപ്പോൾ this is equal to 8/10 ആണ് വരിക. 8/10 ഇട്ട് കഴിഞ്ഞാൽ 0.8 8/10 വരുമ്പോൾ 10 വരുമ്പോൾ 250 into 8 ആയിരിക്കും വരിക. 250 into 4 എന്ന് പറഞ്ഞിരിക്കുന്നത് 1000 ആണ്. 250 into 8 എന്ന് പറഞ്ഞാൽ 2000 ആയിരിക്കും വരിക. സോ 50A plus 2000 is equal to 5000. 50A is equal to 3000. A is equal to 3000 divided by 50. That is nothing but is equal to 60. സോ നമുക്ക് എന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 60 ആയിട്ട് കിട്ടി. ബിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.8 ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററിസിസ് ലോസസ് ഡിവൈഡഡ് ബൈ എഡ്ഡി കറന്റ് ലോസ്. അപ്പോൾ നമുക്ക് എന്താണ് ഹിസ്റ്ററിസിസ് ലോസസ് എന്നും എന്താണ് എഡ്ഡി കറന്റ് ലോസസ് എന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. സോ എന്താണ് വരിക? സോ ഞാൻ ജസ്റ്റ് വായിക്കുന്നുണ്ട്. നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എന്റെ വാല്യൂ 60, ബിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.8. ഓക്കെ, അപ്പോൾ സോ A is equal to 60, B is equal to 0.8. നമുക്കറിയാം V/F റേഷ്യോ സെയിം ആണ്, 8 തന്നെയാണ് മൂന്ന് കണ്ടീഷനിൽ കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം ഹിസ്റ്ററിസിസ് ലോസ് WH is equal to A into F ആണ് നമുക്കറിയാം. എന്റെ വാല്യൂ 60 ആണെന്ന് അറിയാം. സോ 60 into 52 ആണ് ഫ്രീക്വൻസി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി WE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B ഇൻറ്റു F സ്ക്വയർ ആണ് വരിക. ബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.8 ആയിരുന്നു. 0.8 ഇൻറ്റു 52 സ്ക്വയർ ആയിരിക്കും നമുക്ക് വരിക. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററിസിസ് ലോസ് ഡിവൈഡഡ് ബൈ എഡ്ഡി കറന്റ് ലോസ് ആണ്. WH ഡിവൈഡഡ് ബൈ WE ആണ്. സോ WH ഡിവൈഡ് ബൈ WE എന്ന് പറഞ്ഞാൽ 60 ഇൻറ്റു 52 ഡിവൈഡഡ് ബൈ 0.8 ഇൻറ്റു 52 സ്ക്വയർ ആണ് നമുക്ക് ഇതിൻ്റെ ആൻസർ വരിക. സോ നമുക്ക് ഇവിടെ 52 കട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 52 ആയിരിക്കും വരിക ആൻസർ വരുന്നത്. ഇനി ഇതിൽ നമുക്ക് കട്ട് ചെയ്യാൻ കളയാനായിട്ട് 8 ഇതിൽ 4 ടൈംസ് ഇതിൽ 5 വന്നു. ഇത് 26 ആയി
This is equal to 30. So the final answer is equal to 150 divided by 6 4 are 24, 2 balance 8, 2, 104. So I think the answer is answer is 1.44. So the answer is 1.44 ആണ് ഇതിൻ്റെ ആൻസർ വരിക. So the hysteresis losses divided by eddy current losses എന്ന് പറഞ്ഞിരിക്കുന്നത് 1.44 ആണ് വരിക. ഇതിപ്പോൾ വേറെ ഇതിലും ചോദിക്കാം, hysteresis losses divided by eddy current loss അല്ലാതെ വാട്ട് ഈസ് ദ ടോട്ടൽ അയൺ ലോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ടോട്ടൽ അയൺ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിനും സം ആയിരിക്കും വരിക. ദാറ്റ് ഈസ് 60 ഇൻറ്റു 52 പ്ലസ് 0.8 ഇൻറ്റു 52 സ്ക്വയർ. ഇതായിരിക്കും ടോട്ടൽ അയൺ ലോസ് വരിക. സോ ഇതൊരു ഗേറ്റിൽ വന്ന പ്രോബ്ലം ആണ്. ഗേറ്റ് 2016 ആണെന്നാണ് ഓർമ്മ. സോ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് V/F റേഷ്യോ കണ്ടുപിടിക്കുക. V/F റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താണ് ഹിസ്റ്ററിസ് ലോസസ്, എന്താണ് എഡ്ഡി കറന്റ് ലോസസ് എന്ന് സെപ്പറേറ്റ് ചെയ്യുക. ഹിസ്റ്ററിസ് ലോസസ് ഡിവൈഡ് ബൈ എഡ്ഡി കറന്റ് ലോസ്, നമുക്ക് ഇങ്ങനത്തെ ഒരു ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. സോ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രോബ്ലംസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എ സിംഗിൾ ഫേസ് 2 winding ട്രാൻസ്ഫോമർ ദ സപ്ലൈ ഫ്രീക്വൻസി ആൻഡ് വോൾട്ടേജ് ആർ ബോത്ത് ഇൻക്രീസ്ഡ് ബൈ 10%. The percentage change in hysteresis and eddy current is dash. Hysteresis and eddy current loss ഉണ്ട്. Hysteresis and eddy current loss is dash. അതായത് ആദ്യം ട്രാൻസ്ഫോമർ നോർമൽ റേറ്റഡ് കണ്ടീഷനിലാണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജും ഫ്രീക്വൻസിയും 10% ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ഹിസ്റ്ററിസിസ് ലോസസിൻ്റെയും എഡ്ഡി കറന്റ് ലോസസിൻ്റെയും എത്ര ചേഞ്ച് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് 10 and 21, -10 and 21, 21 and 10, -21 and 10. ഇതെല്ലാം പെർസെൻറ്റേജിലാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് സെയിം ഫോർമാറ്റിൽ അല്ലെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് ചെയ്യാം. നമ്മൾ ആദ്യം V/F റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റൻ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. ഓക്കെ, സോ കേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കേസ് 1 എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര വോൾട്ടേജ് ആണ് എത്ര ഫ്രീക്വൻസി ആണെന്നൊന്നും നമുക്ക് തന്നിട്ടില്ല. പക്ഷെ നമ്മൾ എസ്റ്റിമേറ്റ് ഞാൻ എടുക്കുകയാണ്. കേസ് 1 എന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ V1 എന്ന് പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ വോൾട്ടേജ് ആയിരുന്നു. F1 എന്ന് പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ ഫ്രീക്വൻസി, അതായത് V/F റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് V1 എന്ന് പറഞ്ഞിരിക്കുന്ന വോൾട്ടേജും F1 എന്ന് പറഞ്ഞിരിക്കുന്ന വോൾട്ടേജാണ് എസ്റ്റിമേറ്റ് ചെയ്യുക. ഇത് രണ്ടും എൻ്റെ റേറ്റഡ് കണ്ടീഷൻ ആട്ടോ. ഇത് രണ്ടും എൻ്റെ റേറ്റഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? 10%. സെക്കൻഡ് കേസിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 10% ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. വോൾട്ടേജ് 10% ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. എന്തിൻ്റെ റെസ്പെക്റ്റിൽ? റേറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജിൻ്റെ 10% ആണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ റേറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് V1 ആണ്. V1ൻ്റെ 10% ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക? 10% ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു V1. സോ V1ൻ്റെ 10% കൂട്ടി എന്നാണ് ക്വസ്റ്റനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് V1 പ്ലസ് 0.1 V1, it is nothing but 1.1 V1. അപ്പോൾ പുതിയ വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1.1 ഓഫ് റേറ്റഡ് വോൾട്ടേജ് ആയിരിക്കും വരിക. ഇനി ഫ്രീക്വൻസിയുടെ കേസിലും സെയിം തന്നെയാണ് അപ്ലൈ ചെയ്യുക. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 10% കൂട്ടി എന്ന് പറഞ്ഞു. ഇപ്പോൾ 10% കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേറ്റഡ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിൽ നിന്ന് 10% അവർ ഇൻക്രിമെൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബിക്കംസ് F1 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു F1 is equal to 1.1 F1. അപ്പോൾ എൻ്റെ പുതിയ വോൾട്ടേജും പുതിയ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് 1.1 V1ഉം 1.1 F1ഉം ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ V/F റേഷ്യോ നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാം? 1.1 V1 ഡിവൈഡഡ് ബൈ 1.1 F1. 1.1 1.1 cancel, it is nothing but V1 divided by F1.
which is same as V1 divided by F1. അതായത് കേസ് ഫസ്റ്റിലെ V1 divided by F1 ഉം കേസ് സെക്കൻഡിലെ V1 divided by F1 ഉം സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും V/F റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റന്റ് ആണെന്ന്. V/F റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? WH is proportional to, അതായത് ഹിസ്റ്ററിസ് ലോസ് is equal to, അല്ലെങ്കിൽ ഹിസ്റ്ററിസ് ലോസ് is proportional to ഫ്രീക്വൻസി ആണെന്നും എഡ്ഡി കറന്റ് ലോസ് is proportional to that of F square ആണെന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രൊപ്പോർഷനാലിറ്റി വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് കേസിലെ എഡ്ഡി കറന്റ് ലോസും ഹിസ്റ്ററിസ് ലോസും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എങ്ങനെ? നമുക്ക് എഴുതാം WH1 divided by WH2 is equal to, WH1 is proportional to the frequency. Frequency is nothing but F1. ഇവിടെ വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് F1 എടുത്തു. ഈ WH2 is proportional to ആ ടൈമിലെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എത്രയാണ്? 1.1 F1. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1.1 F1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ ഈ F1 ക്യാൻസൽ ചെയ്തു. നമുക്ക് എഴുതാൻ പറ്റും WH2 is equal to 1.1 WH1. നമ്മൾ എന്താണ് ഇങ്ങനെ എഴുതാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് ചേഞ്ച്, അതായത് WH2 എന്ന് പറഞ്ഞാൽ എഡ്ഡി കറന്റ് ലോ അല്ല ഹിസ്റ്ററിസ് ലോസ് സെക്കൻഡ് കേസിലെ എത്ര ചേഞ്ച് ഫസ്റ്റ് കേസിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര ചേഞ്ച് വന്നു എന്ന് നമുക്കറിയണം. അതായത് ഈ സെക്കൻഡ് കേസിലെ ഹിസ്റ്ററിസ് ലോസും ഫസ്റ്റ് കേസിലെ ഹിസ്റ്ററിസ് ലോസും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ WH2 is equal to 1.1 WH1 എന്ന് പറഞ്ഞത് ഫസ്റ്റ് കേസ് ആയിട്ടുള്ള ഒരു റേഷ്യോ ഞാൻ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് എങ്ങനെയാണ് പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റുക? പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ സെക്കൻഡ് കേസിൽ എന്താണ്? WH2 ആണ് സെക്കൻഡ് കേസിലെ ഹിസ്റ്ററിസ് ലോസ് വരിക. ഫസ്റ്റ് കേസിലെ ഹിസ്റ്ററിസ് ലോസ് എന്ന് പറഞ്ഞാൽ WH1 ആണ്. അപ്പോൾ എന്തിൻ്റെ റെസ്പെക്റ്റ് ആണ്? ഫസ്റ്റ് കേസ് നമ്മൾ റേറ്റഡ് കണ്ടീഷൻ ഉണ്ടായിരിക്കുന്ന ഹിസ്റ്ററിസ് ലോസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചേഞ്ച് കണ്ടുപിടിക്കുക. അപ്പോൾ WH2 ഞാൻ ഇവിടെ എഴുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.1 WH1 മൈനസ് WH1 ഡിവൈഡഡ് ബൈ WH1 ഇൻറ്റു 100. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് WH1 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും 1.1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 100. It is nothing but 0.1 into 100. It is nothing but 10%. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് വാല്യൂ ആണ്, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് വിൽ ബി ഇൻക്രീസ്ഡ് ബൈ, അതായത് 10% ഇൻക്രിമെൻറ്റ് ഹിസ്റ്ററിസ് ലോസിൽ ഉണ്ടാവും എന്നാണ് ഈ 10% ഡിനോട്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ എഡ്ഡി കറന്റ് ലോസസ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എഡ്ഡി കറന്റ് ലോസസിൽ വരുമ്പോൾ എങ്ങനെയാണ്? എഡ്ഡി കറന്റ് ലോസസ് വരുമ്പോൾ സോ 10% ആണ് ഹിസ്റ്ററിസ് ലോസസ് വരിക. ഹിസ്റ്ററി ലോസസ് വിൽ ബി ഇൻക്രീസ്ഡ് ബൈ 10% ആയിരിക്കും വരിക. എഡ്ഡി കറന്റ് ലോസ് എങ്ങനെയാണ്? എഡ്ഡി കറന്റ് ലോസ് ഈസ് ഈക്വൽ ടു WE1 W ഡിവൈഡ് ബൈ WE2. ദിസ് ഈസ് ഈക്വൽ ടു F1 സ്ക്വയർ. കാരണം W ഈസ് പ്രൊപ്പോർഷണൽ ടു F സ്ക്വയർ ആണ്. ഞാൻ എടുത്തിരിക്കുന്ന ഫ്രീക്വൻസി F1 ആണ്. സോ W1 ഈസ് ഈക്വൽ ടു FN സ്ക്വയർ. WE2 ഈസ് ഈക്വൽ ടു 1.1 F1 സ്ക്വയർ ആയിരിക്കും വരിക. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇടുന്നത്, അതായത് പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ മാറ്റുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈക്വൽ ടു എടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മളൊരു കോൺസ്റ്റന്റ് എടുക്കണം. പക്ഷേ സെയിം കേസിലും കോൺസ്റ്റന്റ് സെയിം ആയിരിക്കും വരിക. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെയും B എടുത്താലും ഇവിടെയും B എടുത്താലും ഈ ബിയും ക്യാൻസൽ ആവും. അതുകൊണ്ടാണ് ഞാൻ അത് എഴുതുന്നത്. ഓക്കെ, സോ WE1 ഡിവൈഡ് ബൈ W2 ഈസ് ഈക്വൽ ടു 1.1 FN സ്ക്വയർ ആണ് നമുക്ക് വരിക. അപ്പോൾ ഈ FN സ്ക്വയറും ക്യാൻസൽ ചെയ്തു. WE2 is equal to 1.1 whole square into WE1 ആയിരിക്കും വരിക. This is equal to 1.21 WE1 ആയിരിക്കും വരിക. സോ നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്തായിരിക്കും വരിക WE2 മൈനസ് WE1 ഡിവൈഡഡ് ബൈ WE1 ഇൻറ്റു 100, which is nothing but 1.21 minus 1 divided by 1 into 100. It is equal to 21%. So the correct option is equal to A ആയിരിക്കും വരിക. രണ്ടും ഇൻക്രീസ് തന്നെയാണ് ചെയ്യുന്നത്. ഇതിന് കാരണം നമുക്കിവിടെ ഒരു നെഗറ്റീവും കിട്ടിയിട്ടില്ല, രണ്ടും ഇൻക്രിമെൻറ്റ് തന്നെയായിരിക്കും കിട്ടുക. 10% and 21% ആണ് ഇൻക്രിമെൻറ്റ് കിട്ടുക. അപ്പോൾ സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് ഫോളോ ചെയ്താൽ മതി. V/F റേഷ്യോ കണ്ടുപിടിക്കുക. എല്ലാ കേസിലും V/F റേഷ്യോ കോൺസ്റ്റന്റ് ആവണമെന്നില്ല. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പ്രോബ്ലംസിലെല്ലാം V/F റേഷ്യോ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. V/F റേഷ്യോ കോൺസ്റ്റന്റ് അല്ലാത്ത പ്രോബ്ലംസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇത് ഗേറ്റിന് വന്നൊരു പ്രോബ്ലം തന്നെയാണ്. സോ അപ്പോൾ പ്രൊസീജിയർ സെയിം ആണ്. V/F റേഷ്യോ നമ്മൾ കോൺസ്റ്റന്റ് ആണോ ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് എഡ്ഡി കറന്റ് ലോസ് പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ഓഫ് ഫ്രീക്വൻസി സ്ക്വയർ ആണ്. ഹിസ്റ്ററിസ് ലോസ് പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ഓഫ് ഫ്രീക്വൻസി ആണ്. അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് അതേപോലെ നമുക്ക് പോവാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു 50 ഹെർട്സ് ട്രാൻസ്ഫോമർ തന്നിട്ടുണ്ട്. ഒരു 50 ഹെർട്സ് ട്രാൻസ്ഫോമർ ഹാവിംഗ് ഈക്വൽ WE and WH, അതായത് ഹാവിംഗ് ഈക്വൽ ഹിസ്റ്ററിസ് ലോസ് ആൻഡ് എഡ്ഡി കറന്റ് ലോസ്. ഓക്കെ, ഹിസ്റ്ററിസിസ് ലോസ് ആൻഡ് എഡ്ഡി കറന്റ് ലോസ് അറ്റ് റേറ്റഡ് കണ്ടീഷൻ. അതായത് കേസ് ഫസ്റ്റ് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ടോട്ടൽ അയൺ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടോട്ടൽ അയൺ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് WE പ്ലസ് WH ആണ് വരിക. അതായത് എഡ്ഡി കറന്റ് ലോസസ് പ്ലസ് ഹിസ്റ്ററിസിസ് ലോസ് ആണ് വരിക. ഇവിടെ പറഞ്ഞു WE ഈസ് ഈക്വൽ ടു WH, അതായത് ഹിസ്റ്ററിസിസ് ലോസും എഡ്ഡി കറന്റ് ലോസും ഈക്വൽ ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം ദിസ് വിൽ ബി ഈസ് ഈക്വൽ ടു, ഞാൻ WH നെ W ആയിട്ട് റിപ്ലേസ് ചെയ്യുമ്പോൾ 2WE ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ ഓർ 2WH ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, ദെൻ condition, then when it is operated at 45 Hz and 90% of rated voltage, what will be the core loss? അതായത് reduced by 10% ആണോ, reduced by 19% ആണോ, or reduced by 14% ആണോ, or none of these ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എല്ലാ ഓപ്ഷനിലും റെഡ്യൂസ്ഡ് ആണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും റെഡ്യൂസ്ഡ് ബൈ ആക്കാം, ചിലപ്പോൾ നൺ ഓഫ് ദീസ് ആയിരിക്കും കേട്ടോ. നമുക്ക് നോക്കാം. സോ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഫസ്റ്റ് കണ്ടീഷനിൽ നമുക്ക് വോൾട്ടേജിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പം ഞാൻ വോൾട്ടേജ് V റേറ്റഡ് ആയിട്ട് അസ്യൂം ചെയ്യാണ്. ഫസ്റ്റ് കണ്ടീഷനിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് 50 Hz ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ V/F റേഷ്യോ എത്രയായിരിക്കും വരിക? V/F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V റേറ്റഡ് ഡിവൈഡഡ് ബൈ 50. V റേറ്റഡ് ഡിവൈഡ് ബൈ 50 ആയിരിക്കും V/F റേഷ്യോ വരിക. ഇനി രണ്ടാമത്തെ കണ്ടീഷനും സെയിം തന്നെയാണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസിയുടെ പ്രൊപ്പോർഷണൽ ആണോ, അല്ലെങ്കിൽ എഡ്ഡി കറന്റ് പ്രൊപ്പോർഷണൽ ആണോ, അതോ ഹിസ്റ്ററിസിസ് ലോസസ് സ്ക്വയർ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് കേസിൽ എന്താണ് വരിക? കേസ് 2 എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് 45 Hz അടുത്ത് തന്നിട്ടുണ്ട്. വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.9 V റേറ്റഡ് തന്നിട്ടുണ്ട്. 90% ഓഫ് റേറ്റഡ് വോൾട്ടേജ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 90% ഓഫ് റേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 90% എന്ന് പറയുന്നത് 0.9, അത് 90 ഡിവൈഡ് ബൈ 100 ഇൻറ്റു V റേറ്റഡ് ആയിരിക്കും വരാം. ദാറ്റ് ഇസ് സംതിങ് ബട്ട് 0.9 V റേറ്റഡ്. സോ ഇതിൻ്റെ V/F റേഷ്യോ നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.9 V റേറ്റഡ് ഡിവൈഡഡ് ബൈ 45 ആണ് നോക്കാം. സോ 0.945 നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ സെയിം ആണ് കിട്ടുക. V റേറ്റഡ് ഡിവൈഡഡ് ബൈ 50 ആണ് നമുക്ക് കിട്ടുക. സോ V/F റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് കേസിലും സെയിം ആണ്. അപ്പോൾ നമ്മൾക്ക് സെയിം പ്രൊസീജിയർ എന്ന് ചെയ്യാം. എഡ്ഡി കറന്റ് ലോസസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി സ്ക്വയർ, ഹിസ്റ്ററിസിസ് ലോസസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ടു ദാറ്റ് ഓഫ് ഫ്രീക്വൻസി എന്ന് നമുക്ക് ചെയ്യാം. അതിലൂടെ നമുക്ക് എഡ്ഡി കറന്റ് ലോസും ഹിസ്റ്ററിസിസ് ലോസും കണ്ടുപിടിക്കാം. അതിൻ്റെ രണ്ടും സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ലോസും കിട്ടും. അപ്പോൾ നമുക്കറിയാം WH1 ഡിവൈഡഡ് ബൈ WH2, ദ സെയിം പ്രൊസീജിയർ, ഈ സെയിം ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, ഈസ് ഈക്വൽ ടു ആദ്യത്തെ കേസിൽ നമുക്ക് എന്താണ്, ഇവിടെ നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കേസിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ 50 Hz ആണ്. സെക്കൻഡ് കേസിലെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 45 Hz ആണ്. സോ WH2 വിൽ ബി ഈക്വൽ ടു 45 ഡിവൈഡഡ് ബൈ 50 WH1. രണ്ട് കേസിലും 5 പോവും. 5 ഇതിൽ 9 ടൈംസ്, ഇതിൽ 10 ടൈംസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.9 WH1. സോ WH2 ഈസ് ഈക്വൽ ടു 0.9 WH1 എന്ന് കിട്ടി. ഇനി WE2 ഡിവൈഡഡ് ബൈ WE1 ഈസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 45 ഹോൾ സ്ക്വയർ. അതായത് WE2 എഡ്ഡി കറന്റ് ലോസ് വിൽ ബി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി സ്ക്വയർ ആയിരിക്കും. അപ്പോൾ WE1 ആണ് ഇവിടെ വരാം. WE1 ഡിവൈഡഡ് ബൈ WE2 ഈസ് ഈക്വൽ ടു 50 ഡിവൈഡ് ബൈ 45 സ്ക്വയർ ആണ്. രണ്ട് ടൈമിലുള്ള ഫ്രീക്വൻസി ചെയ്തു. സോ WE2 ഈസ് ഈക്വൽ ടു 45 ഡിവൈഡഡ് ബൈ 50 ഹോൾ സ്ക്വയർ ഇൻറ്റു WE1. സോ ഇതെന്താണ് പറയുക? 45 ഡിവൈഡ് ബൈ 50 ഈസ് ഈക്വൽ ടു 0.9 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1.81. No, sorry, 0.81. 0.81 WE1 is equal to WE2. WE2 എന്ന് പറഞ്ഞാൽ 0.81 WE1 ആണ് വരിക. ജസ്റ്റ് എഡ്ഡി കറന്റ് ലോസ് ഇസ് പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി സ്ക്വയർ ആണ്. ഫസ്റ്റ് കേസിലെ ഫ്രീക്വൻസി പറഞ്ഞിട്ട് 50 Hz ആണ്. സെക്കൻഡ് കേസിലെ ഫ്രീക്വൻസി പറഞ്ഞാൽ 45 Hz ആണ്. അതിൻ്റെ സ്ക്വയർ ഞാൻ എടുത്തു. WE2 എന്ന് പറഞ്ഞിരിക്കുന്നത് WE1ൻ്റെ ടേംസിൽ ഞാൻ എഴുതി 0.81 WE1. കാരണം നമുക്ക് എത്ര പെർസെൻറ്റേജ് റെഡ്യൂസ് ചെയ്തു എന്നറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ് ടോട്ടൽ അയൺ ലോസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ടുള്ള ലോസസ് അല്ല ചോദിച്ചിരിക്കുന്നത്, ടോട്ടൽ അയൺ ലോസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ അയൺ ലോസ് എന്താണ് പറയുക? WE2 പ്ലസ് WH2 ആയിരിക്കും ടോട്ടൽ അയൺ ലോസസ് വരിക. നമുക്ക് എഴുതാം 0.9 WH1 പ്ലസ് 0.81 WE1 ആയിരിക്കും വരിക. നമുക്കറിയാം WH1 WE1 എന്ന് പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ആണെന്ന് കേസിൽ ഫസ്റ്റ് കേസിൽ പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ ആണെന്ന്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ടേമിൽ എഴുതാം. ഞാൻ WE1ൻ്റെ ടേമിൽ എഴുതണം. 0.9 പ്ലസ് 0.81 ഈസ് ഈക്വൽ ടു, ഐ തിങ്ക് ഇറ്റ് ഈസ് ഈക്വൽ ടു 1.71 WE1. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1.71 WE1 ആയിരിക്കും എന്ത് പറയുക ടോട്ടൽ ആയിട്ടുള്ള കോർ ലോസ് വരിക. ഇനി നമ്മൾ എത്ര ചേഞ്ച് ഉണ്ടെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ ആദ്യ കേസിൽ ടോട്ടൽ കോർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 WE ആണ്. രണ്ടാമത്തെ കേസിൽ നമുക്ക് കിട്ടുന്നത് 1.71 WE1 ആണ്. അപ്പോൾ എത്ര ചേഞ്ച് വന്നു? 1.71 WE1 minus 2 WE1 divided by 2 WE1 into 100. എന്തുകൊണ്ടാണ് 2 WE1 എടുത്തത്? ഫസ്റ്റ് കേസിലെ ടോട്ടൽ കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് എന്ന് പറയുന്നത് 2 WE1 ആയതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. കാരണം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് കേസിൽ എത്ര കോർ ലോസ് ഡിഫറൻസ് എന്നാണ് ചോദ്യം. സോ 1.71 minus 2 divided by 2 into 100. So this is equal to 1.71 minus 2 is equal to 0.2 is equal to 0.29 something. It is equal to 0.29. So 0.29 divided by 2 is equal to 0.145 into 100 is equal to, this is will be minus because 1.7 is less than 2, so this will be minus, so this is equal to minus 14.5%. So the second case, the core loss will be reduced by minus ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും it will be reduced by 14.5% and the option C is the right answer. Okay, ഈ question option C ആണ് right answer. ഇതൊരു gate question ആണ്. This is equal to core loss will be reduced by core loss will be reduced by 14.5%. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എഡ്ഡി കറന്റ് ലോസസും ഹിസ്റ്ററിസ് ലോസസും റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുക. ഇതെല്ലാം ഞാൻ V/F റേഷ്യോ കോൺസ്റ്റന്റ് ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കോപ്പർ ലോസസിൻ്റെയും അതേപോലെ തന്നെ V/F റേഷ്യോ കോൺസ്റ്റന്റ് അല്ലാത്ത കേസസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.